ഡോക്ടർ, ഈ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് പൊതുവെ പെയിൻ ഉള്ളൊരു ട്രീറ്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ഈ വേർഡ്സ് ആണെങ്കിലും അത് എത്ര സെഷൻസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും? നമ്മൾ ലേസർ ചെയ്യുമ്പോൾ നമ്മളൊരു അനസ്തെറ്റിക് ക്രീം, മരവിപ്പിക്കാനുള്ള ഒരു ക്രീം പരട്ടി ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ചില കേസിൽ ചിലപ്പോൾ നമ്മൾ ലോക്കൽ ഇഞ്ചക്ഷൻ കൊടുക്കും, അനസ്തെറ്റിക് ഇഞ്ചക്ഷൻ എടുക്കും. അതുകൊണ്ട് അത് പെയിൻഫുൾ അല്ല. പിന്നെ യൂഷ്വലി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കൊണ്ട് സാധാരണ നിലയിൽ പോകും. പിന്നെ വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ചില കേസിൽ ചിലപ്പോൾ 2 or 3 പ്രാവശ്യം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ട്രീറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടോ? നമ്മൾ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മുറിവുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. കൂടാണ്ട് ഇത് വൈറസ് ആയതുകൊണ്ട് ആന്റിവൈറൽ ട്രീറ്റ്മെന്റും വേണ്ടി വരും. പിന്നെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് സാധാരണ ഇത് വരുന്നത്. അപ്പൊ ഇമ്മ്യൂൺ മോഡുലേറ്ററും കൂടി കൊടുക്കേണ്ടി. ഈ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ ശ്രദ്ധിക്കേണ്ടത്? ലേസർ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവിടെ ഒരു വൂണ്ട് ഉണ്ടാവുന്നു. അപ്പൊ ആ വൂണ്ട് ഉണങ്ങുന്നത് വരെ നമ്മൾ ആ ഏരിയ നനയ്ക്കരുത്. പിന്നെ സോപ്പോ അല്ല മറ്റേ ഡിറ്റർജൻസോ ഒന്നും ആ ഏരിയയിൽ വരാണ്ട് നോക്കണം. പിന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ഏതെങ്കിലും ഏരിയയിൽ 1 or 2 ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനായിട്ട് 1 മാസം കഴിഞ്ഞ് റിവ്യൂവിന് വരണം. അത് റിവ്യൂവിന് വന്നില്ലെങ്കിൽ അത് അവിടെ ഇരിക്കുമ്പോൾ അവിടുന്ന് വേണമെങ്കിലും വീണ്ടും സ്പ്രെഡ് ചെയ്യാം. സോ വാട്സിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ജനറൽ ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, please feel free to contact us or do visit our clinic. Thank you.